അങ്ങനെ നമ്മുടെ സച്ചി അടിച്ചിട്ട ഗുണ്ട ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചും കൊണ്ടിരിക്കുകയാണ്. സച്ചി അവനെ അടിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മറ്റേ ഗുണ്ടകളോട് പറയുന്നുണ്ട്, അവനെ അടിച്ച് കൊന്നിട്ട് കൊക്കയിലേക്ക് എറിഞ്ഞിട്ട് എന്തായാലും ആ പെണ്ണിനെയും കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകും, ആ പെണ്ണിനെ എനിക്ക് ഇവിടെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഗുണ്ടകളൊക്കെ അത് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ സച്ചി ഇങ്ങനെ രേവതിനെ ഉന്തിയിടുന്നുണ്ട് കട്ടിലുമ്പിലേക്ക്. എന്നിട്ട് എന്തായാലും കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗുണ്ടകളൊക്കെ ആണെങ്കിൽ പുറത്ത് നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കൊട്ടിയിട്ടും മേടിയിട്ടും പാട്ട് പാടിയിട്ടും ഒക്കെ. സച്ചിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സച്ചി രേവതിയും കൂടി റൂമൊക്കെ വെക്കിയിട്ടതും പോകാൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, നമുക്കും ടൂറ് പോവാം, വാഗമണിലേക്ക് ടൂറ് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി സമ്മതിച്ചിട്ട് നമ്മുടെ ചന്ദ്രയോട് പോയി സംസാരിക്കാൻ പോകണം. എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ഞങ്ങൾ നാളെ ടൂറ് പോവാണ്, ഞങ്ങൾ വണ്ടിയൊക്കെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവുക, ശ്രുതിയുടെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമായിട്ടല്ലേ ഉള്ളൂ, ഇനി അവൾക്ക് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എങ്ങോട്ടും പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി ആകെ ഞെട്ടുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.